ഇപ്പം നമ്മുടെ ബിടെക് സിവിൽ കഴിയുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഫ്രഷറായിട്ട് ഇപ്പം ഈവൻ എംടെക് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ സാലറി ഇല്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് പലരും ഈ ഒരു ഫീൽഡിലേക്ക് വരാറ്. അപ്പം നമ്മൾ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ സാർ പറഞ്ഞു ഒരു മിയർലി ഒരു പാർട്ട് ഓഫ് എ പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ അവസാനം ഫോറൻസിക് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് ഗ്രോ ചെയ്യാൻ കരിയർ ഗ്രോത്ത് നമുക്ക് ഈ ഒരു കോഴ്സ് വഴി, അതായത് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി കിട്ടുന്ന എക്സ്പോഷറിനേക്കാളും കുറച്ചും കൂടി നമ്മൾ ബിടെക് കഴിഞ്ഞ് ഡയറക്ട്ലി വരുന്നതിനേക്കാളും. സോ ഫ്രം ദ സ്റ്റാർട്ടിങ് ഒരു ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ് തൊട്ട് ബിൽഡിംഗ് പണി തീരുന്ന ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ റോള് എപ്പോഴും അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും അതായത് ബിൽഡിങ്ങിന്റെ സ്റ്റെബിലിറ്റി എക്സ്ക്ലൂസീവ്ലി ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, ആർക്കിടെക്റ്റിന്റെ അല്ല. ഹായ് ഓൾ, എൻ്റെ ഏറ്റവും പുതിയ അപ്സ്കില്ലിംഗ് കോഴ്സായ സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി CBG ഗ്രൂപ്പിലെ സീനിയർ സ്ട്രക്ചറൽ എഞ്ചിനീയറായ നവീൻ ജോർജ് സാർ നമ്മളോടൊപ്പം. വെൽക്കം സാർ. അപ്പം നമ്മൾ ബിടെക് പഠിക്കുന്ന കുട്ടികൾ ബിടെക്കിന് പഠിക്കുമ്പോഴത്തേക്ക് സബ്ജക്റ്റീവ് ആണ് കൂടുതലായിട്ട്, അതായത് സബ്ജക്റ്റീവ് ഡിസൈൻ ഒക്കെയാണ് സ്റ്റെപ്സ് മാത്രമാണ് പഠിക്കുന്നത്. അപ്പം അവർക്ക് ഫീൽഡിലേക്ക് വരുമ്പോൾ ഇതൊന്നും അവിടെ യൂസ്ഫുൾ അല്ല. അപ്പൊ നമ്മൾ ബിടെക്കും എംടെക്കും കഴിഞ്ഞതിന് ശേഷം അപ്സ്കില്ലിംഗ് കോഴ്സിന്റെ ഉപയോഗം എന്താണ് ആക്ച്വലി അവർക്ക്? സ്റ്റാർട്ടിംഗ് തൊട്ട് പറയുവാണെങ്കിൽ ഒരു ബിടെക് സ്റ്റുഡൻറ്റിന് ആക്ച്വലി ഒരു 4 years കോഴ്സ് ആയിരിക്കുള്ളൂ എപ്പോഴും ഉണ്ടാകുന്നത്. അതിൽ ഒരു 3 subjects ആയിരിക്കുള്ളൂ, അതായത് മൊത്തം ഒരു 54 subjects ഉണ്ടെങ്കിൽ അതിലൊരു 3 papers മാത്രമായിരിക്കും ഒരു ഡിസൈൻ കോഴ്സ് ആയിട്ടുണ്ടാകുന്നത്. DCS, അതായത് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, അഡ്വാൻസ് ഡിസൈൻ ഉണ്ടെങ്കിൽ അത്. ഈ ഒരു 3 subjects മാത്രമായിട്ട് അവർക്ക് കിട്ടുന്ന ആകെ ഒരു എലമെന്ററി ഫോം ഓഫ് ഡിസൈൻ കൊടുക്കാനായിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് ഒരു ബീം എങ്ങനെ ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ലാബ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അങ്ങനത്തെ എലമെന്ററി ഫോം ഓഫ് ഡിസൈനിങ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അതിന്റെ ഐഡിയാസ് മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴേക്കും ഒരു ഹോൾ ബിൽഡിംഗ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അതിലെ ലോഡ് പാത്ത് എന്താണ്, അതിലെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇതൊന്നും ഒരു ആയിട്ട് പഠിക്കുന്നില്ല. സോ ഈ കോഴ്സിലൂടെ അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അതാണ്. ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ കിട്ടുന്ന അവസരമുണ്ട് ഇതിൻ്റെ കൂടെ. എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് ബിഹേവ് ചെയ്യുന്നത്, ഒരു എർത്ത്ക്വേക്ക് ഉണ്ടാകുമ്പോൾ ബിൽഡിംഗ് ബിഹേവ് ചെയ്യും, സാധാരണ ഒരു ഗ്രാവിറ്റി ലോഡ്സ്, അതായത് ബിൽഡിങ്ങിന്റെ ഡെഡ് വെയിറ്റും ബിൽഡിങ്ങിൽ ഉണ്ടാകുന്ന ഹ്യൂമൻ മൂവ്മെന്റ്സ് ഒക്കെ മൂലം ഉണ്ടാകുന്ന അപ്പോൾ ബിൽഡിംഗ് എങ്ങനെ ബിഹേവ് ചെയ്യും, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മളിതിൽ 3 different സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ കോഴ്സ് ഓറിയന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് IS കോഡ്, അത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ, പിന്നെ അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ ACI AISC പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ BS നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈ കോഴ്സിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരിക്കും ഫ്രം നമ്മുടെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള നോളജിൽ നിന്ന് പ്രാക്ടിക്കൽ നോളജിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എത്രത്തോളം നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റുഡന്റ് ഇപ്പൊ ജോയിൻ ചെയ്യുവാണെങ്കിൽ, ആക്ച്വലി സ്റ്റുഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്രഷറാണ്. സ്റ്റുഡന്റ് ഫ്രഷർ എന്ന നിലയിലാണ് ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നത്. എപ്പോഴും ചെല്ലുമ്പോൾ ഒരു ഇൻഡസ്ട്രി ചെല്ലുമ്പോഴേക്കും ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ചോദ്യം ചോദിക്കാൻ. എക്സ്പീരിയൻസ് ഇല്ലായ്മ ഒരു കുറവ് തന്നെയാണ്. കാരണം സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഇൻ ദി എൻഡ് എക്സ്പീരിയൻസ് ഇസ് ദ മെയിൻ കീ എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, സോ ഒരു സ്റ്റുഡൻറ്റ് ഒരു ബിടെക്കോ എംടെക്കോ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർക്ക് ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു ഇൻഡസ്ട്രി വെക്കുന്ന ഒരിക്കലും അവർക്ക് ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അവർ ഫസ്റ്റ് ഇപ്പോൾ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുവാണെങ്കിൽ പ്രൈമറിലി അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് അവർക്ക് 3 different സ്റ്റാൻഡേർഡ്സിൽ പഠിക്കാൻ പറ്റും. ഇന്ത്യൻ, അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അത് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് ആർക്കും അത് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഇൻഡസ്ട്രി നമുക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരുന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ പറയുന്നില്ല. എന്നല്ലെങ്കിൽ IS മാത്രമായിരിക്കും അവർ സ്പെസിഫൈ ചെയ്യുന്നത്. സോ നമ്മൾ IS അമേരിക്കൻ BS നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്ക്ലൂസീവ്ലി ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാനുള്ള ഐഡിയ കിട്ടും. ഒരു ബിൽഡിങ്ങിന്റെ ഓരോ കമ്പോണൻസ് എങ്ങനെ പ്ലേസ് ചെയ്യണം, ലോഡ് എന്ത് കൊടുക്കണം, ഇപ്പൊ ഒരു റൂം ജസ്റ്റ് ഒരു ബെഡ്റൂമിലാണെങ്കിൽ എങ്ങനെ ലോഡ് കൊടുക്കണം, അതിൽ എന്തൊക്കെ ലോഡ് കൺസിഡറേഷൻസ് ആണ് ഉള്ളത്, ഒരു ബീം ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അതിൽ എന്തൊക്കെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയൊക്കെ വരും, ഈ വക കാര്യങ്ങളെല്ലാം ഒരു സ്റ്റുഡൻറ്റിന് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഒരു ഇന്റർവ്യൂവിന് പോകുവാണെങ്കിൽ അവിടെ ചോദിക്കുന്ന ഓൾമോസ്റ്റ് കുറേ ചോദ്യങ്ങൾക്ക്, ഒരു മെജോറിറ്റി ചോദ്യങ്ങൾക്ക് അവർക്ക് ഈ ഒരു കോഴ്സിലൂടെ അവർക്ക് ഉത്തരം പറയാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള ചാൻസും ഇതുപോലത്തെ ഒരു കോഴ്സിലൂടെ അവർക്ക് വളരെ ഹൈ ചാൻസ്. അപ്പം നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സ് ഇതാണ്. ഇനി എല്ലാവരും ഒരു കോഴ്സ് എടുക്കുന്നതിന് ഇപ്പം എല്ലാവർക്കും കരിയർ ആണല്ലോ മെയിൻ ആയിട്ട് ഫോക്കസ്. എന്തായാലും ബിടെക് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുന്നേ തീർച്ചയായും അവർ ചിന്തിക്കും എന്താണ് ഇതിന്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഒരു കരിയർ പ്രോസ്പെക്ട് അങ്ങനെയാണോ? അതെ, കരിയർ പ്രോസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാലും ഒരു
ആള് പഠിച്ചിറങ്ങിയ ഒരു കോഴ്സ്, ഇങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഒരു കൺസൾട്ടൻസി ഫേമിലാണ് ആള് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ ഫസ്റ്റ് പോസ്റ്റ് എന്ത് വന്നാലും ഒരു ജൂനിയർ ഡിസൈൻ എഞ്ചിനീയർ തന്നെ ആയിരിക്കുള്ളൂ. ആ ജൂനിയർ ഡിസൈൻ എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഒരു മെയിൻലി ഫോക്കസിങ് ഓൺ എലമെന്ററി ഡിസൈൻസ് തന്നെ ആയിരിക്കുള്ളൂ. ഒരു ജൂനിയർ ഡിസൈൻ എഞ്ചിനീയറിന്റെ ഡ്യൂട്ടി എലമെന്ററി ഫോം ഓഫ് ഡിസൈൻസ് ആയിരിക്കും. അത് ബീംസ്, കോളംസ്, ഒരു ഫൂട്ടിംഗ്, ഫൗണ്ടേഷന്റെ ഒരു ഭാഗം അങ്ങനെ ആയിരിക്കും. കാരണം ഒരു സീനിയർ ആയിരിക്കുള്ള മെയിൻലി ഒരു ഹോൾ ബിൽഡിംഗ് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. ഗ്രാജുവലി ആ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് ഒരു 1 year ഒക്കെ എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ബിൽഡിംഗ് നിങ്ങൾക്ക് തന്നു തുടങ്ങും. ഗ്രാജുവലി നിങ്ങളുടെ പോസ്റ്റ് സീനിയർ സ്ട്രക്ചറൽ എഞ്ചിനീയറിലേക്കാവും. സോ വൺസ് യു ആർ ഏബിൾ ടു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ഹോൾ ബിൽഡിംഗ് ചെയ്യാനുള്ള ഐഡിയ കിട്ടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് 2-3 ബിൽഡിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി കിട്ടും. അപ്പോൾ നിങ്ങൾ ടീം ലീഡർ ലെവലിലോട്ടാവും. അതാണ് അടുത്തൊരു സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഒരു കുറേ പ്രോജക്ട്സ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കിട്ടും. അപ്പോൾ നിങ്ങളായിരിക്കും കുറേ സീനിയർ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിനെ നോക്കുന്നതും അവർക്ക് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നത് നിങ്ങളായിരിക്കും. അടുത്തത് കുറച്ചുകൂടി സീനിയർ ലെവൽ, മേ ബി ഒരു 5-6-8 year എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോഴേക്കും ഒരു QC ലെവലിലോട്ടാണ്, അതായത് ക്വാളിറ്റി കൺട്രോൾ. അപ്പം നമ്മൾ ഒരു പ്രൊവൈഡിങ്, അതൊരു സ്ട്രക്ചർ എഞ്ചിനീയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഔട്ട് എന്ന് വെച്ചാൽ സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ അതിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നു, അത് നല്ല ഡ്രോയിങ്സ് ആണോ എന്നുള്ള ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഒരു QC എഞ്ചിനീയറിലേക്ക് നിങ്ങൾക്ക് ആവാൻ പറ്റും. പിന്നെ അടുത്തത് ഒരു ടെക്നിക്കൽ ഡയറക്ടർ ലെവലിലോട്ട്, അതായത് എല്ലാം ഒരു ഓഫീസ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുക. അത് ഹൈ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. 15+ എക്സ്പീരിയൻസ് ആയിരിക്കും ആ ലെവലിലേക്ക് എത്തത്തുള്ളൂ. അത് ഒരുപാട് നമ്മുടെ ഒരു കൺസൾട്ടൻസി ബേസ്ഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നോക്കുവാണെങ്കിൽ ഫോറൻസിക് ഫീൽഡിലോട്ടൊക്കെ, അതായത് ഒരു ബിൽഡിങ്ങിന് ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോഴേക്കും അതിൽ എന്തുകൊണ്ടാവാം ആ ഫെയിലിയർ ഉണ്ടായെന്നുള്ള സ്റ്റഡി നടത്താൻ പറ്റിയ ഓർഗനൈസേഷൻസിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ പുറം രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെ ഒരു കോഴ്സൊക്കെ ചെയ്യുമ്പോഴേക്കും. അതായത് ഗൾഫ് കൺട്രീസിലോട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ഹൈ പേയിങ് സാലറീസ് ഒക്കെ അവിടെ കിട്ടും. അങ്ങനെ. ഇപ്പം സാർ ഇപ്പൊ കൺസ്ട്രക്ഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ, ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ എന്തൊക്കെയാണ്? ഒന്ന് ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഫോം ഓഫ് സിസ്റ്റം, ഒരു ഫോം ഓഫ് സിസ്റ്റം കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കോൺക്രീറ്റ് RCC ഡിസൈൻ, അതായത് ഒരു ബീം കോളം ഫ്രെയിം ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പറയാം. അതിൽ തന്നെ ഇപ്പൊ ഈ RCC ഡിസൈനിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്ലാറ്റ് സ്ലാബ് ഡിസൈൻ, ഇപ്പൊ നമ്മളൊരു മോളിലൊക്കെ പോകുവാണെങ്കിൽ ബീംസ് ഉണ്ടാവത്തില്ല. ഒരു ഫ്ലാറ്റ് സ്ലാബിന് ഒരു കോളം ഉണ്ടാവും, അതിന്റെ മുകളിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവും, അതിന്റെ മുകളിൽ ഡാറ്റ സ്ലാബ് നിൽക്കുമായിരിക്കും. സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊജക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഷിയർ വാൾ കൈൻഡ് ഓഫ് സിസ്റ്റം, അതായത് ഒരു സീസ്മിക് ആക്ഷൻ കൂടുതലുള്ള ഒരു സോണാണ് നമ്മുടെയെങ്കിൽ. നമ്മുടെ കൊച്ചി, എറണാകുളം അല്ലെങ്കിൽ കേരളം ഒന്നും അത്രക്ക് കോമൺ അല്ല. പക്ഷെ ഒരു ഗുജറാത്ത് ബേസ്ഡ് ഏരിയ ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയർ വാൾ കൈൻഡ് ഓഫ് ഡിസൈൻ വേണ്ടി വരും. അതായത് ഒരു ലാറ്ററൽ ലോഡ്, അതായത് പിക് ലോഡൊക്കെ വരുമ്പോഴേക്കും അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഷിയർ വാൾസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഷിയർ വാൾ, അതായത് ബീം കോളം ഫ്രെയിം കൂടാതെ തന്നെ എക്സ്ട്രാ ഷിയർ വാൾസ്, അത് ബേസ്ഡ് ഓൺ RCC മാത്രമാണ് ഉദ്ദേശിച്ചത്. പിന്നെ അടുത്തത് വരുന്നത് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സ്റ്റീൽ സ്ട്രക്ചേഴ്സ് നമ്മൾ സ്റ്റീൽ സെക്ഷൻസ് ഉപയോഗിച്ചിട്ട് കൺസെപ്റ്റ് ചെയ്യുന്നു. പിന്നെ അത് പാർട്ടീഷൻസ് എന്ത് വേണമെങ്കിലും ആവാം, ഇന്റേണൽ പാർട്ടീഷൻസ്, ബ്ലോക്ക് വർക്ക് ആവാം, ചിലപ്പോൾ ജിപ്സം ബോർഡ്സ് ആവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. പിന്നെ മോഡുലാർ ഫോം ഓഫ് കൺസ്ട്രക്ഷൻ ഉണ്ടാവും, അതായത് പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ പ്രീകാസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഫാക്ടറി ബേസ്ഡ് ആയിട്ട് ഓരോ എലമെന്റ്സ് നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്നു. സൈറ്റിൽ വരുന്ന ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ നേരെ ഓരോ എലമെന്റ്സ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾമോസ്റ്റ് ആ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിയും. ഇതാണ് മെയിൻ ഫോം ഓഫ് കൺസ്ട്രക്ഷൻ പ്രാക്ടീസസ് ഉള്ളത്. നമ്മുടെ ഇവിടെ കൂടുതലും ഇപ്പോൾ കേരള ബേസ് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ കൂടുതലും നമ്മൾ RCC ആണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ വെയർ ഹൗസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചറിലേക്ക് ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ സാർ പറഞ്ഞു, മിയർലി ഒരു പാർട്ട് ഓഫ് എ പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ അവസാനം ഫോറൻസിക് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് ഗ്രോ ചെയ്യാൻ, കരിയർ ഗ്രോത്ത് നമുക്ക് ഈ ഒരു കോഴ്സ് വഴി, അതായത് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി കിട്ടുന്ന എക്സ്പോഷറിനേക്കാളും കുറച്ചും കൂടി നമ്മൾ ബിടെക് കഴിഞ്ഞ് ഡയറക്ട്ലി വരുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവൽ ഓഫ് കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, അതായത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ്. അത് എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്? ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ക്ലൈന്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ക്ലൈന്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ആർക്കിടെക്ട് ആവാം, അല്ലെങ്കിൽ ഒരു ബിൽഡർ ആവാം, ചിലപ്പോൾ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാവും. ഇങ്ങനത്തെ ഒരു 3 സ്റ്റേജ് ഓഫ് ആൾക്കാരായിട്ടായിരിക്കും നമ്മുടെ സ്ട്രക്ചർ എഞ്ചിനീയർ കൂടുതലും ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ ആയിരിക്കത്തില്ല ഒരു ക്ലൈന്റോ ബിൽഡറോ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പക്ഷേ ആർക്കിടെക്റ്റിനെ ആയിരിക്കുള്ളൂ.
സോ ആർക്കിടെക്റ്റിന്റെ അടുത്ത് നിന്നാണ് നമുക്ക് ഒരു ഫസ്റ്റ് സ്റ്റേജ് ഡ്രോയിങ്സ് കിട്ടുന്നത്. അതൊരു ബിൽഡിങ്ങിന്റെ ലാൻഡ് ഇങ്ങനെയാണ്, ആ ലാൻഡിൽ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഇത്രയും റൂംസ് വെച്ചിട്ട് ഉള്ള ഒരു ഒരു ഷേപ്പ് ആയിരിക്കുന്ന പോലെ ഒരു കീ പ്ലാൻ പോലെ അവർ നമുക്ക് തരും. സോ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് കോളംസ് പ്ലേസ് ചെയ്യേണ്ടത്, എന്തൊക്കെ സൈസിലെ ബീംസ് ആണ് യൂസ് ചെയ്യേണ്ടത്, കോളത്തിന്റെ സൈസ് എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഫൗണ്ടേഷൻ സിസ്റ്റം എന്താ യൂസ് ചെയ്യേണ്ടത്, സ്ലാബ് എങ്ങനെയായിരിക്കും, ഈ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതൊക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്ട്രക്ചർ എഞ്ചിനീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കീ പ്ലാൻ സ്ട്രക്ചർ എഞ്ചിനീയർ സൈഡ് ചെയ്യുന്നത് ബീമിന്റെ കോളത്തിന്റെ ഒക്കെ ഒരു ഇനീഷ്യൽ ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യാം. അതൊരു ഡ്രോയിങ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ ബിൽഡറിനോ നമ്മൾ ഷെയർ ചെയ്യും. അവർ നമ്മുടെ അടുത്ത് അത് ഒന്ന് അനലൈസ് ചെയ്തിട്ട് അവർ നമ്മുടെ പറയും ഇത് ഓക്കെ ആണോ ഓക്കെ അല്ലേ എന്നുള്ളത് പറയും. ചിലപ്പോൾ ഒരു കോളോടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പം വീണ്ടും റീവർക്ക്. അപ്പോൾ റീവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ഒന്നും കൂടി ഷെയർ ചെയ്യും. സോ വൺസ് ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രോയിങ് ഫൈനലൈസ് ആക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പ്രിലിമിനറി സ്റ്റേജിൽ നിന്ന് നമ്മൾ അഡ്വാൻസ് ഡിസൈനിലേക്ക് പോകും. അപ്പോഴാണ് നമ്മൾ ഒരു മോഡൽ ഫുള്ള് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ലോഡിങ്സും അതിൻ്റെ സീസ്മിക് ആക്ഷനും അതിൻ്റെ വിൻഡ് ലോഡ്സും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് ഡിസൈൻ നോക്കും. ആ ഡീറ്റെയിൽഡ് ഡിസൈൻ നമ്മൾ നമ്മുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയാസ് എന്ന് പറയും. അതായത് ആസ് പെർ കോഡ് നോക്കി കഴിയുമ്പോഴേക്കും അതൊരു ബിൽഡിംഗ് സ്റ്റേബിൾ ആണോ, ബിൽഡിങ്ങിന് ആവശ്യത്തിന് സ്ട്രെങ്ത് ഉണ്ടോ, കപ്പാസിറ്റി ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ സിസ്റ്റം ഓക്കെ ആണോ എന്നൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒരു ഡീറ്റെയിലിംഗ് സ്റ്റേജിലേക്ക് മാറ്റും. അപ്പോൾ ഒരു സ്ട്രക്ചർ എഞ്ചിനീയറിന്റെ ഡ്രോയിങ്സ് ഒരു ഡ്രാഫ്റ്റ്സ്മാൻ ആയിരിക്കും മിക്കവാറും വരയ്ക്കാൻ പോകുന്നത്. സ്ട്രക്ചർ എഞ്ചിനീയർ വരയ്ക്കാം അങ്ങനെയല്ല, കൂടുതലും ബിക്കോസ് ഈ കുറേ ഡിസൈനിങ് പ്രൊസീജിയേഴ്സ് ഉണ്ടാകുന്നതുകൊണ്ട് ഡ്രാഫ്റ്റ്സ്മാൻ ആയിരിക്കും അതൊക്കെ വരച്ചുണ്ടാക്കുന്നത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഡ്രോയിങ്സ് ആയിരിക്കും നമ്മളൊരു ഗുഡ് ഫോർ കൺസ്ട്രക്ഷൻ എന്നുള്ള പോലെ നമ്മുടെ ക്ലയന്റിന് ഷെയർ ചെയ്യുന്നത്. ഫൈനലായിട്ട് അതായിരിക്കും നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി അവിടെ തീർന്നിട്ടില്ല, കാരണം അത് കഴിഞ്ഞിട്ട് സൈറ്റിൽ അപ്പോഴാണ് കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പോകുന്നത്. കൺസ്ട്രക്ഷൻ തുടങ്ങി കഴിയുമ്പോഴേക്കും ദർ വിൽ ബി എറേഴ്സ്, ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവാം. സപ്പോസ് ഒരു കോളം നമ്മൾ ഇവിടെ കൊടുത്തു, സൈറ്റിൽ ചെയ്തപ്പോഴേക്കും അവർക്ക് എന്തോ ഹ്യൂമൻ എറർ മൂലം ഒരു മീറ്റർ മാറിപ്പോയി. എഗെയിൻ നമുക്ക് റിവിഷൻസ് വരാം, റീവർക്ക് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഒരു സ്ട്രക്ചർ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. സോ നമ്മുടെ വർക്ക് എപ്പോഴും നമ്മൾ കമ്മിറ്റഡ് തന്നെ ആയിരിക്കും. ആ ഒരു പ്രൊജക്ട് ഇനീഷ്യൽ അതെ. പിന്നെ നമുക്ക് സൈറ്റ് വിസിറ്റിന്റെ ആവശ്യം ഉണ്ടാവാം. നമ്മൾ കൊടുത്തേക്കുന്ന ഡ്രോയിങ്സ് അനുസരിച്ചിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ ഓക്കെ ആണോ. ചിലപ്പോൾ നമ്മൾ ഒരു 216 നമ്പർ ഓഫ് ഡയാബാർസ് കൊടുത്തിട്ട് അവിടെ ചിലപ്പോൾ 212 ഉള്ളൂ, നമുക്കറിയില്ല. സോ ബെറ്റർ നമ്മൾ അവിടെ സൈറ്റിൽ ചെന്ന് വെരിഫൈ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നല്ലതാണ്. സോ ഫ്രം ദ സ്റ്റാർട്ടിങ് ഒരു ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ് തൊട്ട് ബിൽഡിംഗ് പണി തീരുന്ന ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ റോള് എപ്പോഴും അവിടെ ഉണ്ടാവും. നമ്മുടെ സ്ക്രാച്ച് തൊട്ടിട്ട് കംപ്ലീഷൻ വരെ തീർച്ചയായിട്ടും. അതായത് ബിൽഡിംഗിന്റെ സ്റ്റെബിലിറ്റി എക്സ്ക്ലൂസീവ്ലി ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, ആർക്കിടെക്റ്റിന്റെ അല്ല. ഇനി സാർ ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ് നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സിൽ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഞാൻ എങ്ങനെ പറയുവാണെങ്കിൽ ഇപ്പോൾ ടൂൾസ് ആയിട്ട് വേണമെങ്കിൽ പറയുവാണെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന് വേണ്ട ഫസ്റ്റ് പ്രൈമറി ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് നോളജും അതുകൂടാതെ നമുക്ക് ഉണ്ടാവുന്ന ഫോർമുലാസ്, മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇതൊക്കെ ഉണ്ടാവണം. സെക്കൻഡ്ലി ഈ എഞ്ചിനീയറിന് നമുക്ക് കോഡൽ പ്രൊവിഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഏത് കോഡാണ്, കോഡിൽ എവിടെയാണ് ഈ ക്ലോസ് കിടക്കുന്നത്, അതൊക്കെ അത്യാവശ്യം ചെറിയൊരു ഐഡിയ ഉണ്ടാവണം കോഡ് സ്ട്രക്ചർ എഞ്ചിനീയറിന്. തേർഡ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പുള്ളിക്ക് വേണ്ടത് സോഫ്റ്റ്വെയർ സ്കില്ലാണ്. കാരണം നമ്മുടെ എപ്പോഴും ബിൽഡിങ്സ് ചെറിയൊരു ബിൽഡിംഗ് മാനുവലി പ്രിപ്പറേഷൻ അത്രയ്ക്ക് പെട്ടെന്ന് കാര്യമല്ല. കാരണം ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, ഒരാഴ്ച സമയമുള്ളൂ. മാനുവലി പറഞ്ഞൊരു പോയിന്റ് ആണ്. നമ്മൾ ബിടെക്കിന് പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ പോലും നമ്മൾ മാനുവലി ഇപ്പൊ ചെയ്യുന്നില്ല, നമ്മൾ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ചെയ്താ ചെയ്യുന്നത്. വലിയ പ്രൊജക്ട്സ് എന്തായാലും അതെ അത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എന്ത് വന്നാലും ഇപ്പൊ ഒരു 10 സ്റ്റോറേജ് ബിൽഡിങ്ങിന്റെ ഒരു വർക്കാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് വന്നാലും നമുക്ക് സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കൂടുതൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന മെയിൻ 2 സോഫ്റ്റ്വെയർസ് സ്റ്റാഡും ഇടാപ്സും ആണ്. സ്ട്രക്ചർ അനാലിസിസ് ആൻഡ് ഡിസൈൻ ആണ് സ്റ്റാഡ് എന്ന് പറയുന്നത്. ഇടാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഡഡ് 3-dimensional അനാലിസിസ് ഓഫ് ബിൽഡിംഗ് സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 സോഫ്റ്റ്വെയർസിൽ നമ്മൾ എക്സ്പെർട്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ ഒരു ഹോൾ ബിൽഡിംഗ് മോഡൽ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഒരു ഹോൾ ബിൽഡിംഗ് മോഡൽ ചെയ്ത് കഴിയുമ്പോഴേക്കും അവർക്ക് അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് കിട്ടും. ഏതൊക്കെ ക്ലോസ് ചെയ്യുന്നത്, എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ മോഡൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലോഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു മോഡലിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സോഫ്റ്റ്വെയർസ് എല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഇടാപ്സും സ്റ്റാഡും. പിന്നെ ഡീറ്റെയിലിംഗിൽ എങ്ങനെ ഓട്ടോക്യാഡിൽ എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്യേണ്ടത്, നമ്മൾ ഡക്ടൈൽ ഡീറ്റെയിലിംഗിൻ്റെ ആ ഒരു
ഡീറ്റെയിലും അറിയാമായിരിക്കും. അതായത് എങ്ങനെയാണ് ഒരു സീസ്മിക് ആക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും എങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് ഇടണം എന്നുള്ള ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ ഓട്ടോകാഡിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫൗണ്ടേഷൻ സിസ്റ്റം, ഒരു അഡ്വാൻസ്ഡ് ഫൗണ്ടേഷൻ സിസ്റ്റം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ ഫൗണ്ടേഷൻ സിസ്റ്റം. ഒരു ഹോൾ റാഫ്റ്റ് ഒരു ബിൽഡിങ്ങിന് പ്രൊവൈഡ് ചെയ്യണം. അല്ല എവിടെ എന്ത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുള്ളത് നമുക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ചെയ്യത്തില്ല, വലിയൊരു ഏരിയ ഉള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ. സോ നമ്മൾ സേഫ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഫൗണ്ടേഷൻ ഡിസൈനിങ് വേണമെങ്കിൽ ഫ്ലാറ്റ് സ്ലാബ് ഫോം ഓഫ് ഡിസൈനൊക്കെ നമുക്ക് ഒരു സ്ലാബ് ഡിസൈനൊക്കെ വേണ്ടി നമുക്ക് ഈ സേഫ് ഉപയോഗിക്കാം. അപ്പം നമ്മൾ സാർ പറഞ്ഞ പോലെ കോഡ്സ് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ്, പിന്നെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് കോഡ്, ഇത് നമുക്ക് ഈ ഒരു കോഡ്സ് കൊണ്ട് സഫീഷ്യൻ്റ് ആണ്. നമുക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ അബ്രോഡ് വർക്ക് ചെയ്യാനും പറ്റും അല്ലേ? പറ്റും, തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്ത്യൻ കോഡ്സ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ വേണമെങ്കിൽ കോഡ്സും ജസ്റ്റ് സ്പെസിഫൈ ചെയ്തേക്കും. ഇപ്പൊ ഇന്ത്യൻ കോഡ്സ് എന്ന് പറയുമ്പോഴേക്കും IS കോഡിൽ നമ്മൾ കോൺക്രീറ്റ് ഡിസൈൻ ആണ് ചെയ്യുന്നതെങ്കിൽ IS 456 ആണ് ഒരു ബൈബിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ് ഡിസൈൻ. IS 800 ആണ് നമ്മൾ സ്റ്റീൽ ഡിസൈൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കൂടാതെ തന്നെ കുറെ അതിന് പാർട്ടായിട്ട് കുറെ ഉണ്ട്. അതായത് ഇപ്പോൾ ബിൽഡിംഗ് ലോഡ്സ് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ നമ്മൾ 875 നമ്മൾ ഉപയോഗിക്കും. സീസ്മിക്കിന് വേണ്ടി 1893 യൂസ് ചെയ്യും. ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ 16700. അങ്ങനെ കുറെ കോഡ്സ് വേറെ ആൻസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കോഡ്സിനെ കുറിച്ചൊക്കെ ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. നമ്മൾ ഏത് ക്ലോസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഒരു ബിൽഡിംഗ് നമ്മൾ ഇറ്റാസ് എന്ന സോഫ്റ്റ്വെയറിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ മോഡൽ ചെയ്യുവാണെങ്കിൽ ഒരു ലോഡ് നമ്മൾ എന്തിന്റെ ബേസിസിൽ നമ്മൾ എടുത്തു, ഏത് കോഡിൽ നിന്ന് എടുത്തു, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ബിൽഡിംഗ് ഒരു ടൈം പീരീഡിലായിരിക്കും ഒരു ബിൽഡിംഗ് മൂവ്മെന്റ്സ് ഒക്കെ സംഭവിക്കാൻ പോകുന്നത് സീസ്മിക് ആക്ഷൻ വരുമ്പോഴേക്കും. അപ്പൊ ആ ടൈം പീരീഡ് നമ്മൾ ഏത് ക്ലോസ് ചെയ്യുന്നതാണ് എടുക്കുന്നത്, പിന്നെ ഒരു കോളത്തിന് നമ്മൾ മിനിമം ഡയമെൻഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട്. അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആയിരിക്കും. പിന്നെ BS സ്റ്റാൻഡേർഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ACI 318 ആണ് നമ്മൾ ഇതിനു വേണ്ടി നമ്മുടെ കോൺക്രീറ്റ് ഡിസൈൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. AISC 360 ആണ് നമ്മൾ സ്റ്റീൽ ഡിസൈൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സിമിലർലി നമ്മൾ BSനും അതേപോലെ 2 മേജർ കോഡ്സ് ഉണ്ട്, സ്റ്റീലിനും RCCക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വിദേശത്താണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും അത്യാവശ്യം ഈ ഒരു കോഡ്സിന്റെ നോളജ് കൊണ്ടിട്ട് നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ജോബിൽ ഇരിക്കും. ഇനി എല്ലാവർക്കും എന്തായാലും കരിയർ പറയുമ്പോഴത്തേക്ക് സാലറിയെ കുറിച്ചിട്ട് ഒരു ഐഡിയ വേണം. അപ്പം നമ്മൾ സ്ട്രക്ചറൽ ഡിസൈനർ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ സാലറി ഒക്കെ എങ്ങനെയാണ്? നമ്മൾ പ്ലേസ് ചെയ്യുന്ന സ്ഥലം അനുസരിച്ചായിട്ടിരിക്കും. ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചി പറയുവാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ഫ്രഷർ ആയിട്ട് കയറുവാണെങ്കിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ സാലറി 15,000 ഒക്കെ ആയിരിക്കും ഒരു ഫ്രഷർ ആയിട്ട്. ഒരു MTech കഴിഞ്ഞ ആൾക്ക് പോലും കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു 25 to 30 ലെവലിലേക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആളുടെ നിലയിലേക്ക് ഒരു പേ സ്കെയിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾ പ്ലേസ്ഡ് ആവുന്നത് ഇപ്പോൾ ബാംഗ്ലൂരോ ചെന്നൈ ഹൈദരാബാദ് അങ്ങനത്തെ ഒരു സ്ഥലത്താണെങ്കിൽ പേ സ്കെയിൽ ഭയങ്കരമായിട്ട് മാറും. മേ ബി ഒരു 60 ആ റേഞ്ചിൽ 50 to 60 റേഞ്ചിലോട്ട് നിങ്ങൾക്ക് സാലറി പാക്കേജസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ BTech സിവിൽ കഴിയുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഫ്രഷറായിട്ട് ഇപ്പം ഈവൻ MTech ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ സാലറി ഇല്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് പലരും ഈ ഒരു ഫീൽഡിലേക്ക് വരാത്തത്. അപ്പം എന്തുകൊണ്ടും നമ്മൾ ഈ ഒരു അപ്സ്കില്ലിംഗ് കോഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പേ സ്കെയിലിൽ തന്നെ നാട്ടിൽ തന്നെയാണ് ഈ ഒരു പേ സ്കെയിൽ പറഞ്ഞത്. അപ്പോൾ പുറത്ത് ഡെഫിനറ്റ്ലി അതിനേക്കാളും കൂടുതൽ കാണും. തീർച്ചയായിട്ടും നല്ല പേ സ്കെയിലായിരിക്കും പുറത്ത് കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ അത് മാത്രമല്ല പുറത്തുള്ള ഒരു കാര്യം ഇപ്പോൾ ഗൾഫ് കൺട്രീസ് പറയുവാണെങ്കിൽ ഗൾഫ് കൺട്രീസിൽ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചെന്ന് പോയിട്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ അവിടെ സ്ട്രക്ചർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോൾ ദുബായ് എടുക്കുവാണെങ്കിൽ ദുബായിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി വൈസ് എക്സാംസ് ഒക്കെ അവിടെ ഉണ്ടാവും. അതിന് നിങ്ങൾ അപ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയാൽ ഇപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷൻ G+1 വേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻ ആയിരിക്കും. അതിനുവേണ്ടി മാത്രമേ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന് സൈൻ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 2 year എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേക്കും 2 to 3 എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേക്കും G+4 ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 5 years എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേക്കും G+12 വേണ്ടി പറ്റും. ഒരു 10 years എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോറീസിന് വേണ്ടി കിട്ടും. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് തന്നെ ആയിട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചർ എഞ്ചിനീയറിംഗിൽ എക്സ്പീരിയൻസ് ഇസ് ദ കീ. എന്നും പ്രാക്ടീസ് ചെയ്ത് പോവുക, എന്നും ടെക്നോളജി അഡ്വാൻസ്മെന്റ് എങ്ങനെ പോകുന്ന കുറിച്ച് നോളജ് ഉണ്ടായിരിക്കുക, അതെപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സ്. ഏകദേശം അതിന്റെ എല്ലാ ഫ്രെയിം വർക്കും സാർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്സ്കില്ലിംഗ് കോഴ്സ് എടുത്ത് അവരെ കരിയറിൽ എങ്ങനെ
ഗ്രോ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സാർ ഒരു ഐഡിയ തന്നത്. സോ എന്തുകൊണ്ടും ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഡയറക്റ്റ്ലി നമ്മൾ നമ്മുടെ ഫീൽഡ് ജോബിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന സാലറി വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിനെ ഒക്കെ നമ്മൾ കൺസേൺ ചെയ്യുകയാണെങ്കിൽ അപ്സ്കില്ലിംഗ് കോഴ്സ് എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു തിങ് ആണ്. സോ അപ്സ്കില്ലിംഗ് കോഴ്സ് നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സിനെ കുറിച്ചിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.